അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ ഏടുകളിൽ ഒന്നാണ് അതിൻ്റെ ആദ്യത്തെ പലായനത്തിൻ്റെ കഥ. ഹിജ്റ 5-ാം വർഷം മുസ്ലിങ്ങൾ മക്കയിൽ നിന്ന് ഖുറൈശികളുടെ ഭാഗത്തു നിന്ന് അനുഭവിക്കേണ്ടി വന്ന ക്രൂരമായ പീഡനങ്ങൾ സഹിക്കവയ്യാതായപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ജനിച്ച ഈ നാടും വീടൊക്കെ വിട്ടിട്ട് മറ്റൊരു നാട്ടിൽ പോയി നിൽക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് അനുമതി നൽകുന്നതും ഇവരെല്ലാവരും അബസീനിയയിലേക്ക് പോകുന്നതും. ആദ്യത്തെ പലായനത്തിൻ്റെ കഥ മറ്റൊരുപാട് കാരണങ്ങൾ കൊണ്ട് തന്നെ വളരെ സവിശേഷമാണ്. ഇന്ന് അബ്സീനിയയിലേക്ക് പോയ ആ 16 സ്വഹാബികളുടെ അവരുടെ മനോഹരമായ അബ്സീനിയയിലെത്തുകയും അതിനുശേഷം നടക്കുന്ന സംഭവങ്ങളിലേക്ക് ഉൾപ്പെടുത്തിയ ഒരു മനോഹരമായ ചരിത്ര കഥയാണ്. നുബുവത്തിന്റെ 5-ാം വർഷം ആദ്യകാലത്തുണ്ടായിരുന്ന മുസ്ലിങ്ങൾ ഖുറൈശികളുടെ ഭാഗത്തു നിന്ന് അനുഭവിച്ചിരുന്ന ക്രൂരമായ പീഡനങ്ങൾ നിരന്തരം അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ അവിടെ ഉണ്ടായിരുന്ന അടിമകളായ ബിലാൽ തങ്ങളുടെയും മറ്റു പാവപ്പെട്ട സ്വഹാബത്തൊക്കെ അനുഭവിച്ചിരുന്ന അതിതീവ്രമായ വേദനകളുടെ കണ്ണീരണിഞ്ഞ കഥകളാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെയൊക്കെ ചർച്ച ചെയ്തത്. ഇങ്ങനെ നിരന്തരം പീഡനങ്ങൾ ഇങ്ങനെ ഏറി വന്നപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന് വഹി ഇറക്കി കൊടുക്കുന്നതും മറ്റൊരു നാട്ടിലേക്ക് പോകാനുള്ള അനുമതി നൽകുന്നതും. ഒരു ദിവസം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ ഒരുമിച്ച് കൂട്ടിയിട്ട് പറയുന്നു, അള്ളാഹുവിൻ്റെ അനുമതി വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് പലായനത്തിനുള്ള അനുമതി കിട്ടിയിട്ടുണ്ട്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അവർക്ക് പോകേണ്ട സ്ഥലവും നിശ്ചയിച്ചു കൊടുക്കുന്നു. അബ്സീനിയ, ഇന്നത്തെ എത്യോപ്യയാണ് അവർക്ക് പ്രവാചകൻ നിശ്ചയിച്ചു കൊടുക്കുന്ന സ്ഥലം. അതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എത്യോപ്യയിലേക്ക് അവരെ പറഞ്ഞയച്ചത്? അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവിടുത്തെ ഭരണാധികാരി തന്നെയായിരുന്നു, നജ്ജാശി. അഥവാ നജ്ജാശി എന്നത് ഫറോമാർ എന്ന് പറയുന്നത് പോലെ മാറി മാറി വരുന്ന ഭരണാധികാരികളുടെ പേരാണ്. അന്ന് അവിടെ ജീവിച്ചിരുന്ന പ്രവാചകന്റെ കാലത്ത് എത്യോപ്യ ഭരിച്ചിരുന്ന നജ്ജാശിയുടെ പേര് അസൂമ എന്നാണ്. ഈ ഭരണാധികാരിയായിരുന്ന അസൂമ എല്ലാ മതങ്ങളെയും വളരെ മനോഹരമായിട്ട് സ്വീകരിക്കുകയും ഏത് മതക്കാർക്കും, അവർ ക്രിസ്ത്യൻ മതക്കാരായിരുന്നു അവിടെ ഉണ്ടായിരുന്ന നജ്ജാശിയും അവിടുത്തെ ആളുകളൊക്കെ, പക്ഷെ അവിടെ ഏത് മതക്കാർക്കും, ജൂതരൊക്കെ വളരെ സമാധാനത്തോടു കൂടെ അവരുടെ ആരാധന കർമ്മങ്ങളുമായിട്ട് ജീവിക്കാനുള്ള എല്ലാ അവകാശങ്ങളും വകവെച്ച് നൽകുന്ന വളരെ നീതിമാനായ ഭരണാധികാരിയായിരുന്നു ഈ നജ്ജാശി എന്നത്. അത് തന്നെയായിരുന്നു പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ സ്വഹാബത്തിന് ആദ്യമായിട്ട് പലായനം ചെയ്യാനുള്ള സ്ഥലം നിശ്ചയിച്ചു കൊടുക്കുമ്പോൾ അത് എത്യോപ്യ അബ്സീനിയ തിരഞ്ഞെടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. രണ്ടാമത്തത്, ഖുറൈശി മക്കക്കാരുമായിട്ട് ഉണ്ടായിരുന്ന ഈ എത്യോപ്യയുടെ ഒരു കച്ചവട ബന്ധമായിരുന്നു. ഖുറൈശികൾ പല തവണ അവിടെ പോവുകയും അവരുമായിട്ട് കച്ചവട ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പറ്റി കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം വളരെ സമ്പൂർണ്ണമായിട്ട് പറയുന്ന, അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ നാടാണ് ഈ അബ്സീനിയ, എത്യോപ്യ എന്നുള്ളത്. അങ്ങനെ പല ബന്ധങ്ങളും അവർക്ക് ഈ നാടുമായിട്ടുണ്ടായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, മക്കയെ സംബന്ധിച്ചിടത്തോളം 1-2 ദിവസത്തെ കപ്പൽ യാത്ര മാത്രമേ ഈ അബ്സീനിയ ആയിട്ടുള്ളൂ. വളരെ തൊട്ടടുത്ത പ്രദേശമാണ്. മറ്റു പ്രദേശങ്ങളെ സംബന്ധിച്ചിടത്തോളം 1-2 ദിവസത്തെ കപ്പൽ യാത്ര മാത്രമേ ഈ എത്യോപ്യയിലേക്കുള്ളൂ. ആ ഒരു യാത്രാ സൗകര്യവും പ്രധാനപ്പെട്ട കാരണമായിരുന്നു. മാത്രമല്ല ഇവിടെയുള്ളത് ക്രിസ്ത്യാനികളായതുകൊണ്ട് തന്നെ ഖുറൈശികൾക്ക് ഇവരുമായിട്ട് കാര്യമായിട്ടൊരു ബന്ധമില്ല എന്നുള്ളതും പ്രവാചകൻ ഈ അബ്സീനിയ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണമായിരുന്നു. ഖുറൈശികളുമായിട്ട് ബന്ധമുള്ള മറ്റു മജൂസികളെ പോലുള്ള മറ്റു മതക്കാരൊന്നും അല്ല എന്നുള്ളതായിരുന്നു. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് പ്രവാചകൻ അബ്സീനിയ, എത്യോപ്യ അവരുടെ പലായനത്തിന് വേണ്ടി തിരഞ്ഞെടുക്കാനുള്ള കാരണങ്ങൾ. നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്നത്തെ പോലെയുള്ള ഒരു നാട് വിട്ടു പോവുകയോ, നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഒരുപാട് ആളുകൾ, പലരും നമ്മുടെ കുടുംബത്തിൽ പല ആളുകളും പ്രവാസികളായിട്ട് നമ്മുടെ സ്വന്തം നാട്ടിലല്ലാതെ പുറത്ത് രാജ്യങ്ങളിൽ പോയിട്ട് അധിവസിക്കുന്നവരാണ്. അതുപോലത്തെ ഒരു സാഹചര്യമായിരുന്നില്ല അന്ന് എന്നുള്ളതാണ് നമ്മൾ ഈ പലായനത്തിൻ്റെ കഥകളൊക്കെ പറയുമ്പോൾ നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അത് വളരെ തീവ്രമായ വേദന നിറഞ്ഞ ഒരു രംഗമാണ്. അന്നത്തെ കാലത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ 90-99% ആളുകളും ഒരു സ്ഥലത്ത് ജനിക്കുകയും അവിടെ തന്നെ മരിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. വളരെ കുറഞ്ഞ സാഹചര്യങ്ങളിൽ മാത്രം, കച്ചവടം പോലുള്ള ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് മാത്രം കച്ചവടത്തിന് മറുനാടുകളിലേക്ക് പോവുക, തിരിച്ചു വരിക എന്നത് മാത്രമായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ഒരു നാട് വിടുന്നതിനെ പറ്റിയുള്ള ഒരു രംഗങ്ങൾ. മറിച്ച് ഒരു നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് പോവുക, അവിടെ ബാക്കി കാലം ജീവിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം സങ്കല്പിക്കാനും പോലും പറ്റാത്തതാണ്. കാരണം അവർ ഇന്നേ വരെ ജീവിച്ച നാടും വീടൊക്കെ വിട്ടിട്ട് പോവുകയാണ്. മാത്രമല്ല അവരുടെ ഇത്രയും കാലത്തെ സമ്പാദ്യങ്ങൾ,
അവരുടെ ഒട്ടകങ്ങൾ, മറ്റ് സ്ഥലങ്ങളെല്ലാം സ്വർണ്ണമൊക്കെ ഇവിടെ ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത്. അതൊന്നും എടുത്ത് കൊണ്ടുപോകാനുള്ള ഒരു യാത്രാ സൗകര്യമോ ബാങ്കിങ് സിസ്റ്റങ്ങളോ ഒന്നും അക്കാലത്തില്ല. അതുകൊണ്ട് തന്നെ അക്കാലം വരെ അവർ സമ്പാദിച്ചതിൻ്റെ വലിയൊരു ഭാഗം അവരുടെ ജന്മനാട്ടിൽ അല്ലെങ്കിൽ മറ്റാളുകൾക്കൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് അവർ പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വേദന നിറഞ്ഞൊരു സാഹചര്യമായിരുന്നു ഈ പലായനം എന്നുള്ളത്. മാത്രമല്ല, പുതിയൊരു നാട്ടിൽ പോയിട്ട് അവിടെ ജീവിക്കുക എന്നുള്ളതും നമ്മൾ നേരത്തെ പല വീഡിയോകളിലൂടെ പറഞ്ഞതാണ്. ഗോത്ര സമ്പ്രദായങ്ങൾ നിലനിൽക്കുന്ന കാലമാണ്. അവിടെ എത്തിയിട്ട് ഇന്നത്തെ പോലെ ഭരണകൂടങ്ങളോ നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി നിയമങ്ങളോ ഒന്നുമില്ല. നമ്മൾ പുതിയൊരു നാട്ടിൽ പോയിട്ട് നമ്മൾ അവിടെ ജീവിക്കുമ്പോൾ അവിടുത്തെ ഗോത്രങ്ങൾ നമ്മൾ സംരക്ഷിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ അവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഇങ്ങനെ നമ്മുടെ ജീവിതം തന്നെ വെല്ലുവിളിക്കപ്പെടുന്ന തരത്തിലാണ് അക്കാലത്തുണ്ടായിരുന്ന ഈ പലായനവും നാട് കടത്തൽ രീതിയൊക്കെ. മാത്രമല്ല, ഇവിടെ ചിന്തിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അക്കാലത്ത് നിലവിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ശിക്ഷാ രീതിയായിരുന്നു നാട് കടത്തുക എന്നുള്ളത്. അത്രത്തോളം അവരെ തീവ്രമായി വേദനിപ്പിക്കുന്നത് കൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ കുറ്റം ചെയ്തതിൻ്റെ പേരിൽ അവരെ ശിക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ നാട് കടത്തിലുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഹിജ്റക്ക് പോകുന്നവർക്ക് അത്രയും വലിയ പ്രതിഫലങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ ഈ ഒരു ഹിജ്റയുടെ വേളയിൽ പറയണം. മദീന പലായനത്തിൻ്റെ രംഗങ്ങളിലേക്കൊക്കെ നമ്മൾ എത്തുന്നുണ്ട്. അതിനു മുൻപ് നടന്ന ഒരു പലായനം എന്ന രീതിയിലാണ് നമ്മൾ അബ്സീനിയ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇങ്ങനെ വളരെ വേദന നിറഞ്ഞ സാഹചര്യമായിരിക്കും എല്ലാ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ പലായനത്തിൻ്റെ കാഴ്ചകൾ. അങ്ങനെ അവർ വളരെ വേദനകളിലൂടെ കടന്നുപോയിട്ടാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വഹാബത്തിൽ നിന്ന് 16 പേരാണ് ആദ്യമായിട്ട് അബ്സീനിയയിലേക്ക് പോകുന്നത്. ആദ്യമായിട്ട് അബ്സീനിയയിലേക്ക് പോയ സ്വഹാബത്തിന്റെ എണ്ണത്തിൽ അത് 16 15 എന്നൊക്കെ ചരിത്രകാരന്മാർക്കിടയിൽ പല തർക്കങ്ങളും നടക്കുന്നുണ്ട്. പ്രബലാഭിപ്രായ പ്രകാരം 16 സ്വഹാബത്താണ് ആദ്യമായിട്ട് അബ്സീനിയയിലേക്ക് പോയത്. 12 പുരുഷന്മാരും 4 സ്ത്രീകളും. അതിൽ അവരുടെ നേതാവായിട്ടുണ്ടായിരുന്നത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, വളരെ സമ്പന്നനായിട്ട് ജീവിക്കുന്ന, വളരെ എല്ലാവരും സ്വീകരിക്കപ്പെടുന്ന മനുഷ്യനായിട്ട് മക്കയിൽ ജീവിക്കുന്ന സമയത്താണ് അവരുടെ ദീനിന് വേണ്ടിയിട്ട് അബ്സീനിയയിൽ പോയാൽ അള്ളാഹുവിന് വേണ്ടിയിട്ട് ആരാധിക്കാൻ വേണ്ടിയിട്ട് സ്വസ്ഥമായിട്ട് ആരാധിക്കാൻ പറ്റുന്ന ഒരു ഭൂമി അവിടെ ഉണ്ട്. അവിടെ എല്ലാ മതക്കാരെയും സ്വീകരിക്കുന്ന ഒരു രാജാവുണ്ട്. ഇവിടെ എല്ലാവരും ബുദ്ധിമുട്ടി കഴിയേണ്ട അവസ്ഥയില്ല. എൻ്റെ റബ്ബിന് വേണ്ടിയിട്ട് എൻ്റെ സമയങ്ങൾ മാറ്റിവെക്കാം, മനോഹരമായിട്ട് ആരാധന കർമ്മങ്ങൾ നിർവഹിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും കാലത്തെ എല്ലാം ഉപേക്ഷിച്ച്, സ്വന്തം ജനിച്ച നാടും വീടും മക്കളെയും സമ്പത്തൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇവർ മറ്റൊരു നാട്ടിലേക്ക് പോകുന്നത്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു ആ സംഘത്തിൻ്റെ നേതാവായിട്ടുണ്ടായിരുന്നത്. അവരുടെ ഭാര്യയായിട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമോൾ റുഖയ്യ ബീവിയും കൂടെ ഉണ്ടായിരുന്നു. അബൂജഹലിൻ്റെ മകൻ വിവാഹം ചെയ്ത് പിന്നീട് പ്രവാചകത്വം ബാധിച്ചതിന് ശേഷം അവരുടെ വിവാഹമോചനം നടന്ന് പിന്നീട് തൻ്റെ ആ മകളെ റുഖയ്യ എന്ന തൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളെ വിവാഹം ചെയ്യുന്നത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. ഇവർ രണ്ടുപേരുമായിരുന്നു ആ യാത്രാ സംഘത്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട അവരുടെ നേതൃത്വങ്ങൾ. പിന്നീട് അബൂ സലമ, ഉമ്മു സലമ എന്നീ ദമ്പതികളും അബൂ ഹുദൈഫ, സഹ്ല ദമ്പതികളും ആമിർ ബിൻ റബീഹ അവരുടെ ഭാര്യയായിരുന്ന ലൈല എന്നിവരൊക്കെയാണ് പ്രധാനമായിട്ടും ആ സംഘത്തിലുണ്ടായിരുന്നത്. വീണ്ടും ഒരുപാട് ആളുകൾ ചരിത്രത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ ഇവർ അവരുടെ യാത്രക്കുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പോകാൻ വേണ്ടിയിട്ട് വളരെ രഹസ്യമായിട്ട് പോകണം. കുറേശികൾ കാണാതെ അതീവ രഹസ്യമായിട്ട് നടത്തേണ്ട ഒരു യാത്രയാണ്. അങ്ങനെ അവർ ആ യാത്രയ്ക്ക് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ അവസാനം പറഞ്ഞ ആമിർ ബിൻ റബീഹയും അവരുടെ ഭാര്യയായിരുന്ന ലൈലയുടെയും ഒരു മനോഹരമായ സംഭവം, നമ്മളെ ഇനി വരാൻ പോകുന്ന നമ്മുടെ ചരിത്രത്തിലേക്ക് വെളിച്ചം തരുന്ന ഒരു മനോഹരമായ സംഭവം നടക്കുന്നുണ്ട്. ഈ ആമിർ ബിൻ റബീഹ അവരുടെ വീട്ടിലില്ല സമയത്ത് അവരുടെ ഭാര്യ ലൈല പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് വഴിയിലൂടെ തൻ്റെ വീടിൻ്റെ പുറത്തൂടെ ഉമർ റളിയല്ലാഹു അൻഹു, അക്കാലത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ വിശ്വസിച്ചിട്ടില്ല, അവർ വീടിൻ്റെ പുറത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇവരെവിടേക്കോ പോകാൻ വേണ്ടിയിട്ട് ഒരുക്കത്തിലാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ അപരിചിതത്വം നിറഞ്ഞ കാഴ്ചയാണ്. കാരണം ഒരാൾ നാട് വിട്ടു പോകാൻ അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തുക എന്നൊക്കെ വളരെ അപൂർവമായിട്ട് അവർ കാണുന്ന കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ഉമർ റളിയല്ലാഹു അൻഹു ആ സ്ത്രീയോട് ചോദിക്കുന്നുണ്ട്, ലൈല റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്, എന്താണ് ഇങ്ങനെ ഒരുക്കങ്ങളൊക്കെ? ആ സമയത്ത് ഈ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഇവർ വളരെ ദേഷ്യത്തോടെ വികാരാധീതരായിട്ടാണ് ഇവർ മറുപടി പറയുന്നത്. കാരണം ഇവർ ജനിച്ച നാടും വീടും മക്കളൊക്കെ വിട്ടു ഉപേക്ഷിച്ചിട്ട് പോവാണ്. ആ സമയത്ത് ഇവർ ഉമർ റളിയല്ലാഹുവിനോട് പറയുന്നുണ്ട്, നിങ്ങളൊക്കെ കാരണം ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാതായിട്ടുണ്ട്. ഞങ്ങൾ അള്ളാഹുവാണ് ആരാധ്യൻ എന്ന് പറയുന്നതിൻ്റെ പേരിൽ ഞങ്ങളെ പലരെയും നിങ്ങൾ ആക്രമിക്കുകയാണ്. ഞങ്ങൾക്കിവിടെ സ്വസ്ഥമായിട്ട് ആരാധന കർമ്മങ്ങൾ ചെയ്യാൻ പോലുള്ള അവകാശങ്ങളില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ കനത്ത സ്വരത്തിലാണ് ആമിർ ബിൻ റബീഹയുടെ ഭാര്യ ലൈല റളിയല്ലാഹു അൻഹ ഉമർ റളിയല്ലാഹുവിനോട് പറയുന്നത്.
ആ സമയത്ത് വളരെ കാർക്കശ സ്വഭാവക്കാരനായ കുടില ഹൃദയനായ ഉമർ റളിയല്ലാഹു അൻഹു ദേഷ്യപ്പെടും എന്ന് വിചാരിച്ചിരുന്ന ലൈല റളിയല്ലാഹു അൻഹയോട് വളരെ മനോഹരമായിട്ട് വളരെ ശാന്തസ്വരത്തിലൂടെയാണ്, വളരെ ഇത് കേട്ടിട്ട് വളരെ വിഷമത്തോടു കൂടെയാണ് ഉമർ റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നത്. ഇതെല്ലാം കേട്ട് നിന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെയാണോ ഇപ്പൊ നാട്ടിലുള്ള കാര്യങ്ങൾ നടക്കുന്നത്? അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കട്ടെ എന്നതാണ് ഉമർ റളിയല്ലാഹു അൻഹു അപ്പോൾ പറയുന്നത്. പ്രതീക്ഷിക്കാത്ത ഈ മറുപടി കിട്ടിയപ്പോൾ ആ സ്വഹാബി വനിത ഒന്ന് ഞടുങ്ങിപ്പോയി. കുറച്ച് സമയങ്ങൾ കഴിഞ്ഞപ്പോൾ തൻ്റെ ഭർത്താവ് വീട്ടിലേക്ക് വന്നപ്പോൾ ലൈല റളിയല്ലാഹു അൻഹ എന്ത് ചെയ്യുന്നുണ്ട്, ഈ നടന്ന സംഭവങ്ങളെല്ലാം ഇവരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, തൻ്റെ ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ഈ ഭർത്താവ് തിരിച്ചു ചോദിക്കുകയാണ്, നിനക്ക് എന്താണ് തോന്നുന്നത്? ഉമർ ഇസ്ലാം സ്വീകരിക്കുന്നോ, എന്തെങ്കിലുമൊക്കെ ഉമറിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഇവർ മറുപടി പറയുന്നുണ്ട്, അതെ, ഉമറിന്റെ സ്വഭാവത്തിൽ കാര്യമായ മാറ്റങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന്. ആ സമയത്ത് ആമിർ ഇബ്നു റബീഹ റളിയല്ലാഹു അൻഹു തൻ്റെ ഭാര്യയോട് പറയുന്ന മറുപടി ഇങ്ങനെയാണ്, ഖത്താബിന്റെ കഴുത മുസ്ലിം ആയാലും മകൻ ഉമർ മുസ്ലിം ആവില്ല എന്നതാണ് ആ സമയത്ത് ഇവർ കൊടുക്കുന്ന മറുപടി. നമ്മുടെ അടുത്ത രംഗം ചരിത്രത്തിൽ നമ്മൾ കിടക്കുന്നത് അത്രയും ധീരനായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെയൊക്കെ ഇസ്ലാം സ്വീകരണത്തിലേക്കാണ്. അവിടേക്ക് വെളിച്ചം തുറക്കുന്ന ഒരു രംഗമായതുകൊണ്ട് നമ്മളിവിടെ ഈ ഒരു പലായന രംഗത്തിൽ അത് സൂചിപ്പിച്ചു എന്ന് മാത്രം. അവിടേക്ക് നമ്മൾ വളരെ വിശദമായിട്ട് ഉമർ റളിയല്ലാഹുവിന്റെ ഇസ്ലാമിലേക്കുള്ള കടന്നുവരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ മനോഹരമായ സംഭവങ്ങൾ നമുക്കിനി സംസാരിക്കാനുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും കൂടി അവരുടെ പലായനം ആരംഭിക്കുകയാണ്. മക്കയിൽ നിന്ന് പോയി ജിദ്ദ തുറമുഖത്ത് നിന്നാണ് ഇവർക്ക് കപ്പൽ കയറേണ്ടത്. അബ്സീനിയിൽ നിന്ന് കച്ചവട ആവശ്യാർത്ഥം മക്കയിലേക്ക് എത്തിയ 2 കപ്പലുകൾ അന്ന് അവിടെ ഉണ്ടായിരുന്നു. അതിൽ കയറിയിട്ടാണ് ഓരോ ആളുകൾക്കും 1/2 ദീനാറ് വീതം നൽകിയിട്ടാണ് അവർ ഈ 16 ആളുകൾ മക്കയിൽ നിന്ന് അബ്സീനിയയിലേക്ക് യാത്ര തുടങ്ങുന്നത്. ഇതിൽ മനോഹരമായി എടുത്തുദ്ധരിക്കേണ്ട ഒരു ചരിത്രമുള്ളത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെതാണ്. ആദ്യമായിട്ടൊരു അബ്സീനിയ പലായനം ഉണ്ടായപ്പോൾ അബൂബക്കർ തങ്ങൾ അതിന് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ നാട് വിട്ടു പോവാനും അവിടെ മനോഹരമായിട്ട് ആരാധന കർമ്മങ്ങളൊക്കെ ചെയ്ത് ജീവിക്കാനൊക്കെ വേണ്ടിയിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഈ എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടെയാണ് അന്ന് കപ്പൽ കയറാൻ വേണ്ടി പോകുന്നുണ്ട്. ആ പോകുന്നതിനിടയിൽ ഇബ്നു ദഈന എന്ന കാഫിറായ, അദ്ദേഹം മുസ്ലിം അല്ല കാലത്ത്, മക്കയിലെ തൻ്റെ ഒരു കൂട്ടുകാരനെ അബൂബക്കർ തങ്ങൾ വഴിയിൽ വെച്ച് കാണുകയാണ്. അബൂബക്കർ തങ്ങളെ കണ്ടപ്പോൾ ഈ ഇബ്നു ദഈന വളരെ കുശലാന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്. മാത്രമല്ല കയ്യിൽ സാധനങ്ങളെ കണ്ടപ്പോൾ ചോദിക്കുകയാണ്, അബൂബക്കർ തങ്ങൾ നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? ആ സമയത്ത് അബൂബക്കർ തങ്ങൾ മറുപടി പറയുന്നു, ഞാൻ ഈ നാട് വിട്ടു പോവുകയാണ്, ഞാൻ അബ്സീനിയയിലേക്ക് പോവുകയാണ്, എനിക്കിവിടെ എൻ്റെ റബ്ബിനെ ആരാധിക്കാനുള്ള സൗകര്യങ്ങളില്ല, എൻ്റെ സംരക്ഷണമൊക്കെ നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഗോത്രം അദ്ദേഹത്തിൻ്റെ സംരക്ഷണമൊക്കെ ഒഴിവാക്കിയിരുന്നു ഇങ്ങനെ ഇസ്ലാം സ്വീകരിച്ചതോടുകൂടെ. അതുകൊണ്ട് ഞാൻ നാട് വിട്ടു പോവുകയാണ് എന്ന് പറയുന്നു. ഉടനെ ഇബ്നു ദഈന എന്ന തൻ്റെ കൂട്ടുകാരൻ പറയുന്നുണ്ട്, അബൂബക്കർ നിങ്ങൾ ഒരിക്കലും ഈ നാട് വിട്ടു പോകരുത്, ഈ നാടിന് നിങ്ങൾ ആവശ്യമുണ്ട്. നമ്മൾ നേരത്തെ പലവട്ടം സൂചിപ്പിച്ചതാണ്, അബൂബക്കർ തങ്ങൾ ആ ജാഹിലിയ കാലഘട്ടം മുതലേ വളരെ മനോഹരമായിട്ട് പെരുമാറിയിരുന്ന വളരെ മനോഹരമായ സ്വഭാവമുള്ള ആളായിരുന്നു. അദ്ദേഹം അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ അതിഥികളെ സൽക്കരിക്കുന്ന, അയൽക്കാരെ ബുദ്ധിമുട്ടിക്കാത്ത, വളരെ സത്യം മാത്രം പറയുന്ന സത്യസന്ധനായ മനുഷ്യനാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങളെ ഈ നാടിന് ആവശ്യമുണ്ട്, നിങ്ങൾ ഈ നാട് വിട്ടു പോകരുതെന്ന് വളരെ നിർബന്ധിപ്പിച്ചിട്ട് അബൂബക്കർ തങ്ങളെ ഇവിടെ തന്നെ പിടിച്ചു നിർത്തുകയാണ്. ആ സമയത്ത് അബൂബക്കർ തങ്ങൾ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ ഗോത്രത്തിൻ്റെ സംരക്ഷണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ സമയത്ത് ഇബ്നു ദഈന പറയുന്നു, എൻ്റെ ഗോത്രം നിങ്ങളെ സംരക്ഷിക്കും. ഉടനെ അബൂബക്കർ തങ്ങളെ ഇവർ കഅബയുടെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് ഖുറൈശികളോട് ഉറക്കനെ വിളിച്ചു പറയുകയാണ്, ഇന്നു മുതൽ അബൂബക്കറിൻ്റെ സംരക്ഷണം ഞാൻ ഏറ്റെടുക്കുകയാണ്. ഖുറൈശികൾ അത് സമ്മതിച്ചു. ഇവർ ഇങ്ങനെ ഒരു ഗോത്രം അബൂബക്കറിന്റെ സംരക്ഷണം ഏറ്റെടുത്തോടെ ഖുറൈശികൾ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അവരൊരു കണ്ടീഷൻ വെക്കുകയാണ്, ഇനി മേലാൽ കഅബയുടെ സമീപത്ത് വന്നുകൊണ്ട് പരസ്യമായിട്ട് ഖുർആൻ ഓതരുത്. അതായിരുന്നു അവർ മുന്നിൽ വെച്ച ഒരു കണ്ടീഷൻ. കാരണം അബൂബക്കർ തങ്ങളുടെ ഈ ഖുർആൻ കേട്ടത് കൊണ്ട് മാത്രം പലരും ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അത് അവർക്ക് ഒരിക്കലും സഹിക്കുന്നതായിരുന്നില്ല. മാത്രമല്ല ഇങ്ങനെ പല അടിമകളൊക്കെ അതിന് ഭയക്കുമ്പോൾ പോലും ഇങ്ങനെ ഒരു ഗോത്രത്തിൽപ്പെട്ട വലിയ മനുഷ്യനായിരുന്ന അബൂബക്കർ തങ്ങൾ എന്ത് ചെയ്യാണ്, അതിന് ധൈര്യം കാണിച്ചിരുന്നു. അത് ഇനി ഉണ്ടാവരുത്, കഅബയുടെ അടുത്ത് വന്നുകൊണ്ട് ഇനി ഒരിക്കലും ഇങ്ങനെ പരസ്യമായിട്ട് ഖുർആൻ പാരായണം ചെയ്യരുത് എന്നൊരു കണ്ടീഷന്റെ മേൽ ഇബ്നു ദഈനയായിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ സംരക്ഷകനായിട്ട് മക്കയിൽ കഴിയുന്നത്. അങ്ങനെ ആളുകളൊക്കെ പോയി അബൂബക്കർ തങ്ങൾ ഇവിടെ മക്കയിൽ തന്നെ നിൽക്കുകയാണ്. ഇങ്ങനെ അതേ സ്വന്തം വീടിന്റെ അടുത്ത് ഒരു ടെന്റ് കെട്ടുകയും അങ്ങനെ ആ ടെന്റിൽ ഇരുന്നിട്ടാണ് പിന്നീട് ഖുർആൻ പാരായണം ചെയ്യുന്നത്. ഖുറൈശികൾക്ക് വലിയ തിരിച്ചടി അവിടെ സംഭവിക്കുന്നുണ്ട്. അബൂബക്കർ തങ്ങൾ ചെയ്യുന്നത് തൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ഒലമേഞ്ഞ ഒരു ഷെഡ് ഉണ്ടാക്കിയിട്ട് രാത്രിയും രാവിലെയൊക്കെ അവിടെ ഇരുന്നിട്ട് ആരാധന കർമ്മങ്ങൾ നിർവഹിക്കുകയാണ്. രാത്രിയായി കഴിഞ്ഞാൽ അബൂബക്കർ തങ്ങൾ രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുകയും ഖുർആൻ പാരായണമൊക്കെ ചെയ്യുകയായിരിക്കും.
പിറ്റേന്ന് മുതൽ അബൂബക്കർ തങ്ങളുടെ ആ ഷെഡിന് ചുറ്റും ഒരുപാട് ആളുകൾ വന്ന് ഒരുമിച്ച് കൂടാൻ തുടങ്ങി. കാരണം അബൂബക്കർ തങ്ങളുടെ ഈ രാത്രിയിലുള്ള ഖുർആൻ പാരായണം കേൾക്കാൻ വേണ്ടി മാത്രമായിരുന്നു. പ്രവാചകന്റെ ഇങ്ങനെ ഖുർആൻ കേൾക്കാൻ പോയ അബൂ സുഫിയാന്റെയും അബൂജഹലിന്റെ ഒക്കെ കഥ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. ഇങ്ങനെ അബൂബക്കർ തങ്ങൾ ഇങ്ങനെ അതിനായിട്ട് ഒരു ഷെഡ് കെട്ടി ഇരുന്നപ്പോൾ ആളുകളൊക്കെ ദിവസവും അവിടെ വരാൻ തുടങ്ങി. രാത്രിയേക്കാൾ ഭയങ്കര തിരക്കായിട്ട് മാറി. ഇത് കണ്ടിട്ട് ഖുറൈശികൾക്ക് ആകെ ഭ്രാന്തായിപ്പോയി. അവർ വീണ്ടും ഇബ്നു ദഈനയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണം, ആ സംരക്ഷണം നിങ്ങൾ പിൻവലിക്കണം, അല്ലെങ്കിൽ അബൂബക്കറിനോട് ആ ഷെഡ് അവിടുന്ന് പൊളിച്ചു മാറ്റാൻ പറയണം, വീടിൻ്റെ അകത്ത് പോയി ഇരുന്നിട്ട് എന്ത് ചെയ്യണം, ആരും കേൾക്കാത്ത രീതിയിൽ നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണം എന്നൊക്കെയുള്ള നിബന്ധനകൾ വീണ്ടും വെക്കുകയാണ്. വീണ്ടും ഇങ്ങനെ ഖുർആൻ പാരായണം ചെയ്യുന്നത് വളരെ രഹസ്യമാക്കണമെന്ന് ഖുറൈശികൾ പറഞ്ഞതോടുകൂടെ അബൂബക്കർ തങ്ങൾ ഇബ്നു ദഈനയുടെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഇത്രയും കാലം എന്നെ സംരക്ഷിച്ചതിൽ ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. മാത്രമല്ല ഇനി മുതൽ എനിക്ക് ആ സംരക്ഷണം വേണ്ട, എനിക്ക് എൻ്റെ അള്ളാഹുവിൻ്റെ സംരക്ഷണം തന്നെയാണ് ഏറ്റവും ഉചിതമായത്, എനിക്കത് മതി, ഞാൻ ഇനിയും ഖുർആനും എൻ്റെ ആരാധന കർമ്മങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് അബൂബക്കർ തങ്ങൾ തൻ്റെ ആ ജീവിതം അവിടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെയായിരുന്നു അബൂബക്കർ തങ്ങളുടെ ആ അബ്സീനിയൻ പലായനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാഴ്ചകൾ. അബ്സീനയിലേക്ക് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അടിമകളായ മനുഷ്യരൊന്നും, നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ പറഞ്ഞ അത്രയും പീഡിപ്പിക്കപ്പെട്ടിരുന്ന ബിലാൽ തങ്ങളും ശുഐബ് റൂമി റളിയല്ലാഹു അൻഹു തുടങ്ങിയ ആളുകളൊന്നും എന്ത് ചെയ്തിട്ടില്ല, അബ്സീനയിലേക്ക് പോയിട്ടില്ല. കാരണം അവർ അക്കാലത്തൊക്കെ അടിമകളായിരുന്നു എന്ന് തന്നെയായിരുന്നു അതിൻ്റെ പിന്നിൽ. മാത്രമല്ല മക്കൾക്ക് പുറത്തേക്ക് ഇസ്ലാമിനെ എത്തിക്കുക, ഇസ്ലാമിനെ വ്യാപിപ്പിക്കുക എന്നതൊക്കെ ഈ ഒന്നാമത്തെ അബ്സീനിയൻ പലായനത്തിലുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളായിരുന്നു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അവിടെ എത്തിയതിന് ശേഷം അവർക്ക് ഇവരുടെ നാട് കാണാനുള്ള അതിയായ ആഗ്രഹം അവരുടെ മനസ്സിലുണ്ടായിരുന്നു എന്നുള്ളത്. അത് മദീനയിലേക്ക് പോയ സ്വഹാബത്തിന്റെ ജീവിതവും എടുത്തുദ്ധരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ബിലാൽ തങ്ങളുടെ വീഡിയോയിലൂടെ നമ്മൾ കഴിഞ്ഞ തവണ അത് പറഞ്ഞതായിരുന്നു. ബിലാൽ തങ്ങൾ മദീനയിലെത്തി പനിച്ച് കിടക്കുമ്പോൾ അവരിങ്ങനെ കവിത ചൊല്ലുന്നുണ്ട്, എനിക്ക് എൻ്റെ നാട്ടിലേക്ക് വീണ്ടും തിരിച്ചെത്തണം, അവിടുത്തെ ഈന്തപ്പനങ്ങൾ എന്നെ കാത്തിരിക്കുകയാണ് എന്ന് ബിലാൽ തങ്ങൾ ഇങ്ങനെ കവിത പാടുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തു. ഇങ്ങനെ പലായനം എല്ലാ അർത്ഥത്തിലും അവരെ ജന്മനാട്ടിൽ നിന്ന് പറിച്ചു നടുന്ന അത്രത്തോളം വേദനാപൂർണമായ രംഗങ്ങളായിരുന്നു. ഇവർ അബ്സീനയിലേക്ക് പോയവരുടെയും അവസ്ഥ അത് തന്നെയായിരുന്നു. അവർ നിരന്തരം ഈ നാട്ടിലേക്ക് തന്നെ വരാൻ ഇങ്ങനെ അവരുടെ മനസ്സും ശരീരമൊക്കെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ ഇരിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം മക്കയിൽ നടക്കുന്നത്. കേവലം 2 മാസങ്ങൾക്ക് ശേഷം തന്നെ അവരെല്ലാവരും അബ്സീനയിലേക്ക് പോയ 16 ആളുകളും മക്കയിലേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ട്. അത് വളരെ ചരിത്രത്തിൽ വളരെ അത്ഭുതപ്പെടുത്തിയൊരു സംഭവമായിരുന്നു. ഇവർ റജബ് മാസമാണ് അബ്സീനയിലേക്ക് പോയത്. റജബ് കഴിഞ്ഞ് 2 മാസങ്ങൾക്ക് ശേഷം ഇവർ ഷവ്വാലിൽ തന്നെ ഇവർ മക്കയിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. അതിനിടയിൽ റമളാനിൽ മക്കയിലൊരു സംഭവം നടന്നതാണ് ഇതിൻ്റെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. അത് ചരിത്രത്തിൽ നമുക്കിങ്ങനെ വായിച്ചെടുക്കാം. റമളാനിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബക്ക് അടുത്ത് നിന്നിട്ട് ഇങ്ങനെ ഖുർആൻ പാരായണം ചെയ്യുകയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നജ്മ് സൂറത്താണ് അന്ന് നിസ്കാരത്തിൽ പാരായണം ചെയ്യുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മനോഹരമായ ശബ്ദത്തിൽ ഖുർആൻ പാരായണം കേൾക്കാൻ വേണ്ടിയിട്ട് അവിശ്വാസികളായ ആളുകൾ പോലും കഅബക്ക് ചുറ്റും ഇങ്ങനെ തടിച്ചുകൂടിയിരിക്കുകയാണ്. അതേസമയം നജ്മ് സൂറത്ത് അത്രയും മനോഹരമായിട്ട് മക്ക ഖുറൈശികളോട് സംസാരിക്കുന്ന ഒരു അധ്യായമാണ്. അത് ഇങ്ങനെ തുടങ്ങുന്ന, സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളിൽ നിന്ന് തന്നെയുള്ള, അള്ളാഹു പറയുന്നുണ്ട്, പ്രവാചകന്റെ ഭാഷയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഞാൻ നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ആളാണ്, എനിക്ക് വഹീ മുഖേനയാണ് ഈ ആയത്തുകളും ദൃഷ്ടാന്തങ്ങളൊക്കെ വരുന്നത് എന്ന് പ്രവാചകൻ ഇങ്ങനെ പറയുന്ന തരത്തിലാണ് ആയത്ത്. ലാത്ത ഉസ്സ മനാത്ത എന്നുള്ള നിങ്ങളുടെ ദൈവങ്ങളൊക്കെ തള്ളിപ്പെടേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങുന്ന ആ മനോഹരമായ നജ്ദ് സൂറത്ത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഓതി തുടങ്ങിയപ്പോൾ അവിടെ തടിച്ചുകൂടിയിരുന്ന അവിശ്വാസികളായ മനുഷ്യർ പോലും ഇതിങ്ങനെ കോരിത്തരിപ്പോടുകൂടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ മനോഹരമായ സൂറത്ത് ഇങ്ങനെ ഓതി അതിൻ്റെ അവസാനത്തിൽ തിലാവത്തിൻ്റെ സുജൂദിൻ്റെ രംഗം പോലും ഉണ്ട്. അതിൽ നിങ്ങൾ സുജൂദ് ചെയ്യുക എന്നുള്ള വാക്യം പോത്തുമ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദ് ചെയ്ത അവസരത്തിൽ അവിടെ തടിച്ചുകൂടിയിരുന്ന മുഴുവൻ മനുഷ്യരും, അവിശ്വാസികളായ മുഴുവൻ മനുഷ്യരും പ്രവാചകന്റെ കൂടെ സുജൂദ് ചെയ്തു എന്നതാണ് അന്ന് നടന്ന ആ ചരിത്ര സംഭവം. ഈ ഒരു സംഭവം നടന്നതോടുകൂടെ ഇതിൻ്റെ പിന്നെ ഒരുപാട് മറ്റൊരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഖുർആനിക് സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ അബദ്ധജടിലമായ ഒരുപാട് പ്രഖ്യാപനങ്ങൾ ഇന്നും പലതരത്തിൽ അത് സമൂഹങ്ങളിലും പണ്ഡിതന്മാർക്കിടയിലൊക്കെ നടക്കുന്നുണ്ട്. അത് ഭാഗങ്ങളിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല. സത്താനിക് വേഴ്സസ് എന്ന പേരിൽ ഇബ്നു റുഷ്ദിയുടെ നോവൽ പോലും ഈ ഒരു തീം ബേസ് ചെയ്തിട്ട് നടക്കുന്ന സംഭവങ്ങൾ ഒരുപാട് അവിടെ നടക്കുന്നുണ്ട്. അതൊന്നും ഇല്ലാത്തതാണ്. ആ ഭാഗങ്ങളിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല. അങ്ങനെ ഈ ഒരു സംഭവം അവിടെ നടന്നതോടുകൂടെ ഈ
വിവരം എല്ലാ നാടുകളിലേക്കും പരക്കാൻ തുടങ്ങി. ഇത് മക്കയിലും അറേബ്യയിലൊക്കെ പ്രസിദ്ധമായ ശേഷം ഇത് എത്യോപ്യയിലേക്കും എത്തി. എത്യോപ്യയിൽ എത്തിയപ്പോൾ അവർ ഈ വാർത്ത കേൾക്കുന്നത് ഇവിടെ മക്കയിലെ മുഴുവൻ ആളുകളും ഇസ്ലാം സ്വീകരിച്ചു എന്നുള്ള തരത്തിലാണ്. അത് മക്കയിലെ എല്ലാവരും സുജൂദ് ചെയ്തു എന്നതിൻ്റെ അപ്പുറത്തേക്ക് അതെന്തായി മാറി, അവിടെ എത്തിയപ്പോഴേക്കും അത് എല്ലാവരും ഇസ്ലാം സ്വീകരിച്ചു എന്നൊരു തരത്തിലേക്ക് എന്ത് ചെയ്തു, ഈ ഒരു വാക്യം അവിടെ എത്തിയപ്പോൾ മാറി. ഇത് കേട്ടതോടുകൂടെ ഇനി എന്തിനാണ് നമ്മളിങ്ങനെ നമ്മുടെ സ്വന്തം നാട് വിട്ട് നിൽക്കുന്നത് എന്ന് വിശ്വസിച്ചിട്ട് എന്ത് ചെയ്യുന്നതാണ്, അവരെല്ലാവരും പോയ 16 ആളുകളും ഇവർ തിരിച്ച് മക്കയിലേക്ക് തന്നെ വരികയാണ്. അങ്ങനെ ഇവർ 16 പേരും മക്കൾക്ക് അടുത്തുള്ള ഒരു പ്രദേശത്തെത്തിയപ്പോഴാണ് മക്കയിൽ നിന്ന് വരുന്ന ഒരു കച്ചവട സംഘത്തെ ഇവർ കാണുന്നത്. ഉടനെ അവരോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴാണ് ഇവർക്ക് യാഥാർത്ഥ്യം ബോധ്യപ്പെടുന്നത്. ആ കച്ചവട സംഘം ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മക്കയിലുള്ള ഖുറൈശികൾ മുഴുവനും സുജൂദ് ചെയ്തു എന്നുള്ളത് സത്യമാണ്, പക്ഷേ അവരെല്ലാവരും മുസ്ലിമായി എന്നുള്ളത് നിങ്ങളൊക്കെ അവിടേക്ക് എത്തിയപ്പോൾ അത് അബദ്ധം നിറഞ്ഞതാണ്, എല്ലാവരും മുസ്ലിം ആയിട്ടൊന്നുമില്ല എന്ന സത്യവാർത്ത ആ യാത്രാ സംഘം അറിയിക്കുകയാണ്. ഇത്രയും തൻ്റെ നാടിൻ്റെ അടുത്തെത്തിയിട്ട് വീണ്ടും തിരിച്ചു പോകാൻ അവർ തയ്യാറായിരുന്നില്ല. അവർ മക്കയിലേക്ക് തന്നെ പോവുകയാണ്. പലരും മക്കയിലേക്ക് പുതിയതായിട്ട് ഇനി വരികയാണ്. അവർ ഇവിടുന്ന് അവരുടെ സംരക്ഷണവും അത്രയൊക്കെ ഉപേക്ഷിച്ചിട്ട് പോയ ആളുകളായതുകൊണ്ട് തന്നെ പലർക്കും പുതിയ സംരക്ഷകരെ ആവശ്യമായി വന്നിരുന്നു. അങ്ങനെ ഇവർ പലരും സംരക്ഷകരൊക്കെ തേടിയിട്ട് മക്കയിലെത്തിയിട്ട് അലഞ്ഞു നടക്കുന്നുണ്ട്. പക്ഷേ പലർക്കും പലരെയും അവർ സംരക്ഷണം കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെയാണ് ഈ പോയ ഇവിടെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങൾ ഇവിടേക്ക് തിരിച്ചു വന്നതോടുകൂടെ ഇവിടെ ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങൾക്ക് കൂടെ പ്രചോദനമായി അബ്സീനിയയിലേക്ക്, എത്യോപ്യയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. കാരണം ഇവർ വന്നിട്ട് പറയാണ്, അവിടെ നല്ല രാജാവാണ്, നമുക്കെല്ലാവർക്കും വളരെ മനോഹരമായിട്ട് ആരാധന കർമ്മങ്ങളിൽ ഏർപ്പെടാനുള്ള സ്വാതന്ത്ര്യവും സന്തോഷമൊക്കെ ഉണ്ടെന്ന് അറിയിച്ചതോടുകൂടെ ഇവിടെ ഉണ്ടായിരുന്ന പലർക്കും അവിടേക്ക് പോകാനുള്ള ആഗ്രഹം ഉണ്ടായി. അങ്ങനെയാണ് അക്കാലത്തുണ്ടായിരുന്ന മുസ്ലിങ്ങളിൽ പകുതിയിലധികം ആളുകളും, അന്ന് എത്ര ആളുകളാണ് കൃത്യമായി എന്ന് നമ്മുടെ കയ്യിൽ അളവുകളില്ല, 80-ലധികം ആളുകളാണ് രണ്ടാമത്തെ അബ്സീനിയൻ പലായനത്തിന് വേണ്ടിയിട്ട് തയ്യാറാവുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മാത്രമാണ് ആദ്യ തവണ പോയതിൽ നിന്ന് പിന്നീട് ഇവിടെ തന്നെ നിൽക്കുന്നത്. ബാക്കി എല്ലാവരും അവരുടെ നാട്ടിലേക്ക് തന്നെ, അബ്സീനിയയിലേക്കും. മാത്രമല്ല മൊത്തം 80-ലധികം ആളുകൾ, 83 ആളുകൾ എന്നാണ് പ്രബലമായ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരുടെ നേതാവായിട്ടുണ്ടായിരുന്നത് ജാഫർ ഇബ്നു അബി ത്വാലിബ് ആയിരുന്നു. വെറും 25 വയസ്സിന് മാത്രം താഴെ പ്രായമുള്ള ഒരാൾ. എന്തിനായിരുന്നു പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, മുതിർന്ന ഒരുപാട് സ്വഹാബത്ത് അവിടെ ഉണ്ടായിട്ടും എന്തിനായിരുന്നു ജാഫർ റളിയല്ലാഹു അൻഹുവിനെ, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരനായിട്ടുണ്ടായിരുന്ന ജാഫർ റളിയല്ലാഹു അൻഹുവിനെ അത്രയും വലിയ ആ സംഘത്തിൻ്റെ നേതാവായിട്ട് പ്രവാചകൻ തെരഞ്ഞെടുത്തു എന്നത് ഈ ചരിത്രത്തിൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് വ്യക്തമാകുന്ന മനോഹരമായ ഒരു സംഭവമാണ്. അങ്ങനെ ഈ ജാഫർ റളിയല്ലാഹു അൻഹുവിൻ്റെ കീഴിൽ എന്ത് ചെയ്യാണ്, ഈ 83 ആളുകൾ അവർ അബ്സീനിയയിലേക്ക് കപ്പൽ കയറിയിട്ട് പോവുകയാണ്. ഈ വിവരം ഖുറൈശികൾ അറിയുന്നു. ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ മാനക്കേടുണ്ടാക്കുന്ന, അവരെ നാണം കെടുത്തുന്ന ഒരു കാര്യമാണ്. കാരണം അവരുടെ നാട്ടിൽ നിന്ന് ആളുകൾ എന്ത് ചെയ്യാണ്, ഇവിടെ സ്വാതന്ത്ര്യമില്ല, ഇവരാക്രമിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, പുറത്ത് ഒരു നാട്ടിലേക്ക് പോകുന്നു. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇത്രയും ഇസ്ലാമിൻ്റെ അവർ കാണുകയും അവരറിയുകയും ചെയ്തു കഴിഞ്ഞാൽ അവിടുത്തെ ആളുകളും ഇസ്ലാം സ്വീകരിക്കുകയും ഈ ഖുറൈശികൾക്കെതിരെ വലിയൊരു പടയുമായിട്ട് ഇത്രയും ആളുകൾ ഇവരെ ഈ മക്കയിൽ നിന്ന് അട്ടിയോടിക്കുക എന്നൊക്കെയുള്ള ഭയം കാരണത്താൽ എന്ത് ചെയ്യാണ്, ഇവരൊരു പദ്ധതി തയ്യാറാക്കുകയാണ്. ഇവർ ഈ ജാഫർ റളിയല്ലാഹു അൻഹുവിൻ്റെ കീഴിൽ പോയ ആ 83 പേരെയും തിരിച്ച് മക്കയിലേക്ക് തന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അംർ ഇബ്നു ആസ്, അന്ന് അദ്ദേഹം മുസ്ലിം ആയിട്ടില്ല, അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള തന്ത്രങ്ങളൊക്കെ പലവട്ടം ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം നമ്മൾ കണ്ടതാണ്. ആ ഒരു അതേ ബുദ്ധി തന്നെയാണ് അദ്ദേഹം ഇവിടെയും പ്രയോഗിക്കുന്നത്. അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിനെ, അദ്ദേഹം ഇസ്ലാമിലായിട്ടില്ല, അവരെ ഖുറൈശികൾ എന്ത് ചെയ്യാണ്, ഈ അബ്സീനിയയിലേക്ക് പറഞ്ഞേക്കാണ്. അവിടേക്ക് പോയ ഈ 83 പേരെയും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഉടനെ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു അവിടെ അബ്സീനിയയിലേക്ക് പോകുന്നു. അവരൊരു വലിയ പദ്ധതിയായിട്ടാണ് പോകുന്നത്. അന്ന് മക്കയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു വസ്തു എന്നുള്ളത് ലെതർ ആയിരുന്നു. അവർ ഒട്ടകത്തിൻ്റെ തൊലിയിൽ നിന്ന് ഉണ്ടാക്കുന്ന ലെതർ. മദീനയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഈന്തപ്പനയും അവിടുത്തെ ഈത്തപ്പഴങ്ങളൊക്കെ ആയിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടതെങ്കിൽ മക്കയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഒട്ടകങ്ങളിൽ നിന്ന് ഉണ്ടാക്കുന്ന ലെതർ വളരെ വാല്യുബിൾ വസ്തുവായിരുന്നു. ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ള ഒരു വസ്തു, മക്കയിലെ മാർക്കറ്റുകൾ ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ള പുറം രാജ്യങ്ങളിൽ നിന്ന് നിരന്തരം ആളുകൾ വന്നുകൊണ്ടിരുന്ന ഒരു സാധനവും കയറ്റുമതി ചെയ്തിരുന്ന ഒരു സാധനവും ഒക്കെ ലെതറായിരുന്നു. അതുകൊണ്ട് ആ ലെതറായിരുന്നു ഇവർ ഈ അബ്സീനിയയിലെ നജ്ജാശി രാജാവിന് വേണ്ടിയിട്ട് ഒരുപാട് സമ്മാനങ്ങളൊക്കെ ആയിട്ടാണ് അവർ പോകുന്നത്.
ഉടനെ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ഈ അബിസീനിയയിൽ എത്തുന്നു. അവരാദ്യം പോയിട്ട് നജ്ജാശിയെ കാണുന്നില്ല. അതാണ് പറയുന്നത്, വളരെ തന്ത്രപരമായിട്ടുള്ള മുന്നേറ്റങ്ങളാണ് ഈ അംർ ഇബ്നു ആസ്, വളരെ രാഷ്ട്രീയപരമായിട്ടുള്ള മുന്നേറ്റങ്ങളാണ് അവരെ എത്യോപ്യയിൽ എത്തിയിട്ട് അവർ നടത്തുന്നത്. ആദ്യമായിട്ട് ഇവർ ചെന്ന് കാണുന്നത് നജ്ജാശിയുടെ മന്ത്രിമാരെയും സഭയിലുള്ള പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ ഇവർ ചെന്ന് കാണുന്നുണ്ട്. എന്നിട്ട് അവർക്ക് ഇതിൽ നിന്നൊക്കെ മനോഹരമായ സമ്മാനങ്ങൾ കൊടുത്തിട്ട് പറയുന്നു, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കുറച്ച് ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്, ഞങ്ങൾ അവരെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഞാൻ നാളെ കൊട്ടാരത്തിലെത്തിയിട്ട് രാജാവിനെ ഈ കാര്യം പറഞ്ഞു വേണ്ടി കാണുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കൂടെ നിൽക്കണം, ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് കൈക്കൂലിയായിട്ട് എന്ത് ചെയ്യാണ്, ഈ സമ്മാനങ്ങളൊക്കെ രാജാവിൻ്റെ മന്ത്രിമാർക്കും സഭയിലുള്ള മറ്റു പുരോഹിതന്മാർക്കൊക്കെ നൽകുകയാണ്. പിറ്റേന്ന് കൊട്ടാരത്തിലേക്ക് എന്ത് ചെയ്യാണ്, അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു എത്തുന്നു. ഈ രാജാവിന് ഇത്രയും വിലപിടിപ്പുള്ള ലെതറിൻ്റെ വസ്തുക്കളൊക്കെ സമ്മാനിക്കുന്നുണ്ട്. ശേഷം ഈ രാജാവിനോട് അംർ ഇബ്നു ആസ് പറയുന്നുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത അബദ്ധങ്ങൾ പറയുന്ന കുറച്ച് മനുഷ്യർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവര് ഞങ്ങളുടെ പ്രപിതാക്കൾ ആരാധിച്ചിരുന്ന മതങ്ങളെയും ദൈവങ്ങളെയും ഒക്കെ അവർ തള്ളിപ്പറയുകയും അത് ഉപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, നിങ്ങൾ ആരാധിക്കുന്ന മതത്തിലേക്ക് അവർ കടന്നു വന്നിട്ടുമില്ല, മറിച്ച് അവർ പുതിയൊരു മതം കണ്ടെത്തുകയും അതിൽ ആരാധിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് നിങ്ങൾ അവരെ ഭയപ്പെടണം എന്ന രീതിയിലായിരുന്നു അംർ ഇബ്നു ആസ് അവരോട് സംസാരിച്ചത്. അവർ ഇതുകൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെ ഇങ്ങോട്ട് അയച്ചിട്ടുള്ളത്, അതുകൊണ്ട് ഞങ്ങൾക്ക് അവരെ നിങ്ങൾ വിട്ടുതരണം എന്നുകൂടെ നജ്ജാശി രാജാവിനോട് ഇവർ അംർ ഇബ്നു ആസ് വളരെ മാന്യമായിട്ട് ഭയങ്കര പൊളിറ്റിക്കൽ ലാംഗ്വേജിൽ ഇവർ സംസാരിക്കുന്നുണ്ട്. പക്ഷേ നജ്ജാശി, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നജ്ജാശിയെ പറ്റി പറയുന്നത് നീതിമാനായ ഭരണാധികാരി എന്നാണ്. ഇവരുടെ വാദങ്ങളും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കെ അവിടെ ഉണ്ടായിരുന്ന സഭയിലുള്ള പുരോഹിതന്മാരും മന്ത്രിമാരൊക്കെ പറയുന്നുണ്ട്, അതേ രാജാവേ, ഇവർ വന്ന് പറയുന്നത് ശരിയാണ്, അതുകൊണ്ട് നമ്മളെ നാട്ടിൽ അപകടകരമായ ആളുകളാണ് അവരെ നമുക്ക് അവരുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ചേക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്താണ് ഈ നജ്ജാശി രാജാവ് ഇവരോട് പറയുന്നത്, മറ്റു നാടുകളൊക്കെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് എൻ്റെ നാട് തിരഞ്ഞെടുത്ത് എൻ്റെ സംരക്ഷണം ആഗ്രഹിച്ച് ഇവിടേക്ക് എത്തിയ ആളുകളാണ് മക്കയിൽ നിന്ന് വന്ന മുസ്ലിങ്ങൾ. അതുകൊണ്ട് തന്നെ എനിക്ക് അവരുടെ ഭാഗത്തു നിന്നും ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അവരെ കൂടെ വിളിച്ചു വരിക എന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങളുടെ അടുത്തേക്ക് ഒരു ദൂതനെ നജ്ജാശി രാജാവ് അയക്കുകയാണ്. ഉടനെ രാജാവ് അയച്ച ദൂതൻ മുസ്ലിങ്ങളുടെ അടുത്ത് എത്തിയിട്ട് കാര്യങ്ങൾ പറയുകയാണ്, നിങ്ങളെ കൊട്ടാരത്തിലേക്ക് രാജാവ് ക്ഷണിച്ചിട്ടുണ്ട്. മുസ്ലിങ്ങൾക്ക് പേടിയായി. ആദ്യമായിട്ടാണ് ഇവിടെ എത്തിയിട്ട് രാജാവ് വരെ നേരിട്ട് കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുന്നത്. എന്ത് കാര്യത്തിനാണ്? ഇനി നമ്മളെ ഇവിടുന്ന് പുറത്താക്കാനാണോ എന്താണെന്ന് അറിയില്ല. ഉടനെ മുസ്ലിങ്ങൾ അവർ 83 പേരും കൂടിയാലോചിച്ചൊരു തീരുമാനം എടുക്കുന്നു. എന്ത് തന്നെയായാലും സത്യം മാത്രം പറയുക. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അള്ളാഹു ഒക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അത് മാത്രമാണ്. അതുകൊണ്ട് അതിൽ മാത്രം നമ്മൾ ഉറച്ചു നിൽക്കുക, നമ്മുടെ മതവും നമ്മുടെ ആദർശമൊക്കെ നമ്മൾ മുറുകെ പിടിക്കുക എന്നാണ് അവർ ആ കൂടിയാലോചിച്ചിട്ട് തീരുമാനിക്കുന്നത്. പിറ്റേന്ന് കൊട്ടാരം ഉണർന്നു, എല്ലാവരും കാത്തിരിക്കുകയാണ്. അങ്ങനെ ആദ്യമായിട്ട് കൊട്ടാരത്തിലേക്ക് എത്തുന്നത് അംർ ഇബ്നു ആസ് ആണ്. അവർ വന്നുകൊണ്ട് ഈ നജ്ജാശിക്ക് സുജൂദ് ചെയ്തിട്ടാണ് കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുന്നത്. അന്നത്തെ രീതിയിലുണ്ടായിരുന്ന ഒരു ആചാരമായിരുന്നു ഏത് ആളുകളും കൊട്ടാരത്തിലേക്ക് വരുമ്പോൾ അവർ രാജാവിന് വേണ്ടിയിട്ട് സുജൂദ് ചെയ്യണമെന്നുള്ളത്. അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം അന്നതൊരു പ്രശ്നമല്ല. കാരണം അന്ന് അദ്ദേഹം ഈ വിഗ്രഹങ്ങൾക്കും കല്ലുകൾക്കും ഒക്കെ സുജൂദ് ചെയ്യുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ രാജാവിനും അവർ സദാ പോലെ സുജൂദ് ചെയ്തിട്ട് കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുന്നു. അടുത്തതായിട്ട് അവിടേക്ക് കടന്നു വരുന്നത് ജഅഫർ ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു മുസ്ലിം സംഘങ്ങളുമാണ്. അവർ നെഞ്ചു വിരിച്ചിട്ട് ഒരു തല പോലും കുനിക്കാതെ അവർ ആ രാജസദസ്സിലേക്ക് കയറി വരികയാണ്. ഇത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്കിടയിലൊക്കെ മുറുമുറുപ്പുണ്ടാക്കി. എന്തുകൊണ്ട് അവർ രാജാവിന് എന്ത് ചെയ്യുന്നില്ല, സാഷ്ടാംഗം നമിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ശബ്ദങ്ങൾ ഉണ്ടാക്കി. ആ സമയത്ത് ജഅഫർ റളിയല്ലാഹു അൻഹു ഉറച്ച സ്വരത്തിൽ പറയുന്നുണ്ട്, അള്ളാഹുവിനല്ലാതെ ഒരു ഇലാഹിനും സുജൂദ് ചെയ്യരുത് എന്നതാണ് എൻ്റെ പ്രവാചകൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയായിരുന്നു ജഅഫർ റളിയല്ലാഹു അൻഹു ആരംഭിച്ചത് തന്നെ. ആ സമയത്ത് നജ്ജാശി രാജാവ് ഇവരോട് ചോദിക്കുന്നുണ്ട്, എന്ത് ദീനാണ് നിങ്ങളുടെ പ്രവാചകൻ കൊണ്ടുവന്നിട്ടുള്ളത്, എനിക്ക് വിശദമായിട്ട് കാര്യങ്ങൾ പറയുമെന്ന്. ആ സമയത്ത് ജഅഫർ റളിയല്ലാഹു അൻഹു നടത്തുന്ന വളരെ കുറഞ്ഞ ഒരു സംസാരം, ഒരു 5-10 മിനിറ്റ് നീണ്ടുപോയ ആ പ്രസംഗമാണ് ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ മനോഹരമായ തങ്ക ലിപികളിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട വാക്യങ്ങളായിരുന്നു അത്. ജഅഫർ റളിയല്ലാഹു അൻഹു തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്ന, ശവങ്ങൾ തിന്നിരുന്ന, അതിഥികളെ സൽക്കരിക്കാത്ത, ആക്രമിച്ചിരുന്ന, അയൽവാസികൾക്ക് ഒരു പരിഗണനയും നൽകാത്ത, നന്മകൾ ചെയ്യാത്ത ശിലാഹൃദയരായ മനുഷ്യരായിരുന്നു ഞങ്ങൾ. ആ സമയത്താണ്
ഞങ്ങൾക്കിടയിൽ നിന്ന് ദൈവത്തിൻ്റെ ദൂതൻ ഞങ്ങളിൽ നിന്ന് തന്നെ ഞങ്ങളിലേക്ക് എത്തുന്നത്. ആ ദൈവത്തിൻ്റെ ദൂതൻ പ്രവാചകനാണെന്ന് പറയുകയും ഞങ്ങളെ ആ സൽമാർഗത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ഞങ്ങളോട് അതിഥികളെ സൽക്കരിക്കാനും നന്മകൾ ചെയ്യാനും അഗതികളെ സംരക്ഷിക്കാനും അതിഥികളെ സൽക്കരിക്കാനും അയൽക്കാർക്ക് ബുദ്ധിമുട്ടുകളൊന്നും ചെയ്യരുത്, അവരെ സ്നേഹിക്കാനും ഒക്കെയാണ് ഞങ്ങളോട് കൽപ്പിച്ചത്. മാത്രമല്ല ഇങ്ങനെ വിഗ്രഹങ്ങൾക്കും കല്ലുകൾക്കും മരങ്ങൾക്കൊക്കെ ആരാധന കർമ്മങ്ങൾ ചെയ്യുന്നതും അവർക്ക് സുജൂദ് ചെയ്യുന്നതും ഒക്കെ നിങ്ങൾ നിർത്തണമെന്നും ഞങ്ങളുടെ പ്രപിതാക്കൾ ആരാധിച്ചിരുന്ന മതങ്ങളെ മുഴുവനും നിങ്ങൾ ഉപേക്ഷിക്കണമെന്നും ആ പ്രവാചകൻ ഞങ്ങളെ പഠിപ്പിച്ചു. മാത്രമല്ല നോമ്പ്, നിസ്കാരം, സക്കാത്ത് തുടങ്ങിയ ആരാധന കർമ്മങ്ങളും ഞങ്ങൾക്ക് ആ പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പ്രവാചകനെ ചെറുപ്പം മുതലേ ഞങ്ങൾക്ക് അറിയുന്നതാണ്. ഞങ്ങൾക്കിടയിൽ നിന്ന് തന്നെ വളർന്നു വന്ന അൽ അമീനായ, സത്യസന്ധനായ, സുന്ദരനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഞങ്ങൾക്കിടയിലേക്ക് വന്ന അള്ളാഹുവിൻ്റെ ആ പ്രവാചകൻ എന്നത് ജഅഫർ റളിയല്ലാഹു അൻഹു വളരെ മനോഹരമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളിങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തതിൻ്റെ പേരിലാണ് ഇവിടെ വന്ന ഈ അംർ ഇബ്നു ആസിൻ്റെ നേതൃത്വത്തിലുള്ള ഖുറൈശികൾ ഞങ്ങളെ ഉപദ്രവിക്കുന്നതും പീഡിപ്പിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ അവരിൽ നിന്നുള്ള പീഡനം സഹിക്കവയ്യാതെയാണ് ഞങ്ങൾ മറ്റുള്ള രാജ്യങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് നിങ്ങളുടെ രാജ്യം തിരഞ്ഞെടുത്തിട്ട് നിങ്ങൾ നീതിമാനായ ഭരണാധികാരി ആയതുകൊണ്ട് മാത്രം ഞങ്ങൾ ഇവിടെ അബ്സീനിയയിലേക്ക് വന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇവർ പറയുന്നതൊന്നും കേൾക്കരുത്. ഞങ്ങൾ നിങ്ങളുടെ സംരക്ഷണം കൊതിച്ചു വന്ന ആളുകളാണ്, സംരക്ഷണം തേടി വന്ന ആളുകളാണ്. ഞങ്ങളെ നിങ്ങൾ കൈവെടിയരുതെന്ന് ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു വളരെ മനോഹരമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. ആ സമയത്ത് ഈ നജ്ജാശി ചോദിക്കുന്നുണ്ട്, ആ പ്രവാചകൻ കൊണ്ടുവന്ന എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടോ? ജഅഫർ റളിയല്ലാഹു അൻഹുവിനെ എന്തിനാണ്, വളരെ 25 വയസ്സിന് താഴെ മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരനായ ആ സ്വഹാബിയെ എന്തിനായിരുന്നു പ്രവാചകൻ ആ സംഘത്തിൻ്റെ നേതാവായി നിലനിർത്തിയത് എന്ന ചോദ്യത്തിനുള്ള ഏറ്റവും വ്യക്തമായ മറുപടി ഈ പ്രസംഗവും അതിനുശേഷം നടക്കുന്ന സംഭവങ്ങളാണ്. നജാശി എന്താണ് ആ പ്രവാചകൻ കൊണ്ടുവന്നതെന്ന് ചോദിക്കുമ്പോൾ ഉടനെ അവിടെ പാരായണം ചെയ്യുന്നത് സൂറത്തു മറിയമാണ്. അത് അവരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സൂറത്താണ്. കാരണം ക്രിസ്തീയ മതത്തിൽ വിശ്വസിക്കുന്ന, അതിൻ്റെ ആരാധനാകർമ്മങ്ങളായിട്ട് മുന്നോട്ട് പോകുന്ന, പൂർണ്ണ മതത്തിൽ വിശ്വസിക്കുന്ന, ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് അവിടുത്തെ രാജാവ്. ഈ നജ്ജാശി ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് വളരെ ഇംപ്രസ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്. കാരണം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് അദ്ദേഹത്തിൻ്റെ മതത്തിലും ഈസാ നബി അലൈഹി സ്വലാം വന്നിട്ടുണ്ട്, അതിന് മുൻപ് മൂസാ നബി അലൈഹി സ്വലാം വന്നിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് അറിയുന്നതാണ്. എല്ലാ ഗ്രന്ഥങ്ങളിലും പറയുന്ന നന്മയുടെ വാക്യങ്ങൾ മാത്രമാണ് ഇവിടേക്ക് വന്ന ഈ പ്രവാചകനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് സൂറത്ത് മറിയം പാരായണം ചെയ്തതോടുകൂടെ നജ്ജാശി അവരുടെ കണ്ണീര് നിറഞ്ഞിട്ട് അവരുടെ താടി രോമങ്ങൾ പോലും നനഞ്ഞുപോയി എന്നതാണ് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ കൂടിയിരുന്നിരുന്ന മന്ത്രിമാരും സഭയിലുള്ള പുരോഹിതരൊക്കെ അവരൊക്കെ ക്രിസ്ത്യ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളായിരുന്നു. അവരൊക്കെ ഈ ജഅഫർ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രഭാഷണവും ശേഷം അദ്ദേഹം ഓതിയ ഈ സൂറത്ത് മറിയമും കേട്ടിട്ട് കരഞ്ഞുപോയി. ശേഷം അദ്ദേഹം പറയുന്നുണ്ട്, മൂസാ നബി അലൈഹി ഇസ്ലാമിനും ഈസാ നബി അലൈഹി ഇസ്ലാമിനും കിട്ടിയ അതേ വിളക്കിൽ നിന്നുള്ള അതേ പ്രകാശം തന്നെയാണ് നിങ്ങളുടെ പ്രവാചകനും കിട്ടിയിരിക്കുന്നത്. അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുകയാണ് ഇത് പ്രവാചകനാണ് എന്നുള്ളതെന്ന്. ഇദ്ദേഹത്തിനിടയിൽ പരിഭാഷകനുണ്ട്. ഇവർക്ക് രണ്ട് ഭാഷയാണ്. അബ്സീനിയയിൽ വേറൊരു ഭാഷയും ഇവർ സഹാബത്ത് സംസാരിക്കുന്നത് അറബിയുമാണ്. അതുകൊണ്ട് പരിഭാഷകൻ മുഖേനയാണ് ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത്. ഉടനെ ഈ അംർ ഇബ്നു ആസിനെ ഇവിടെ നിന്ന് ആട്ടി ഓടിക്കാനും മാത്രമല്ല ഈ മുസ്ലിങ്ങൾക്ക് വളരെ സ്വതന്ത്രമായിട്ട് ഇവിടെ താമസിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവരെ രണ്ടുപേരെയും തിരിച്ചയക്കുന്നു. അംർ ഇബ്നു ആസ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ രാഷ്ട്രീയ തന്ത്രപ്രധാനമായ ഒരാളായിരുന്നു. അവർ ഇങ്ങനെ തിരിഞ്ഞു പോകാൻ, നാണം കേട്ടിട്ട് തിരിച്ചു പോകാൻ തയ്യാറായിരുന്നില്ല. ഉടനെ അവർ തീരുമാനിക്കുകയാണ് അടുത്ത ദിവസം ഒരു പുതിയ പദ്ധതിയായിട്ട് നജ്ജാശിയുടെ കൊട്ടാരത്തിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. അന്ന് ഇവർ നജ്ജാശിയോട് പറയുന്നത് ഇങ്ങനെയാണ്. നജ്ജാശിയുടെ അടുത്ത് വന്നിട്ട് അംർ ഇബ്നു ആസ് പറയുന്നുണ്ട്, നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങളുടെ ദൈവമായ ഈസയെ പറ്റിയിട്ട് ഈ മുസ്ലിങ്ങൾക്ക് അത്ര നല്ല അഭിപ്രായമല്ല ഉള്ളത്. അവർ അദ്ദേഹത്തെ കുറ്റം പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അദ്ദേഹത്തെ വിളിച്ചിട്ട് ചോദിക്കണം എന്താണ് മുസ്ലിങ്ങൾ ഈസയെ പറ്റി പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അന്ന് അംർ ഇബ്നു ആസ് കൊട്ടാരത്തിലേക്ക് എത്തിയത്. ഉടനെ നജ്ജാശി മുസ്ലിങ്ങളുടെ അടുത്തേക്ക് ദൂതനെ അയക്കുന്നു. മുസ്ലിങ്ങൾ ഇന്ന് കാര്യമായിട്ട് പേടിക്കുന്നുണ്ട്. കാരണം ഇന്നലെ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നടന്നു, ഇനി എന്തിനാണ് നജ്ജാശി നമ്മളെ വിളിക്കുന്നതെന്ന് അറിയില്ല. ഒന്നും അവർ കൂടിയാലോചിച്ച് തീരുമാനിക്കുന്നുണ്ട് നമ്മൾ എന്ത് തന്നെ ആയാലും സത്യം പറയുക എന്ന്. അങ്ങനെ ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യുന്നുണ്ട്, കൊട്ടാരത്തിലേക്ക് വരുന്നുണ്ട്. അന്ന് നജ്ജാശി അവരോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഈസയെ പറ്റി നിങ്ങളുടെ ഗ്രന്ഥത്തിൽ നിങ്ങളുടെ പ്രവാചകൻ എന്താണ് പറയുന്നത് എന്ന്. ആ സമയത്ത് ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അവരോട് പറയുന്നുണ്ട് ഈസ എന്നത് അള്ളാഹുവിൻ്റെ ദൈവത്തിൻ്റെ ദൂതനാണ്,
ശ്രേഷ്ഠമായ ആത്മാവിൽ നിന്ന് മറിയം ബീവിയിലൂടെ ഉണ്ടായ അത്രയും പവിത്രമായ ജന്മമാണ് ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ. അള്ളാഹുവിൻ്റെ അടിമയാണ്, മാത്രമല്ല അദ്ദേഹത്തിൻ്റെ റസൂലുമാണ് എന്ന് തുടങ്ങി ഖുർആൻ ഈസാ നബി അലൈഹി സ്വലാമിനെ പറ്റി അറിയുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം ഈ നജ്ജാശി രാജാവിനോടും പറയുന്നുണ്ട്. ആ സമയത്ത് നജ്ജാശി രാജാവ് ഒരു ചുള്ളിക്കമ്പ് ഇങ്ങനെ നിലത്ത് നിന്ന് എടുത്തിട്ട് പറയുന്നു, ഖുർആനിൽ പറയുന്നതും ഞങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്നതും ഈ ഒരു ചെറിയ ചുള്ളിക്കമ്പിൻ്റെ അത്ര പോലും വ്യത്യാസമില്ല, എല്ലാം കൃത്യമാണ് എന്ന്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മന്ത്രിമാരും ബിഷപ്പുമാർക്കിടയിലൊക്കെ ഇങ്ങനെ മുറുമുറുപ്പ് ഉയരുന്നുണ്ട്. കാരണം ഈസാ ദൈവമാണ് എന്ന് ആരാധിക്കുന്ന ആളുകളായിരുന്നു അവരൊക്കെ, ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ട ആളുകൾ. അവർക്ക് എതിരായിട്ടുള്ള ഒരു സംസാരമായിരുന്നു ഈ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്നത്. ഈ സംഭവങ്ങളൊക്കെ കേട്ടതോടുകൂടെ ഈ നജ്ജാശി രാജാവ് എന്ത് ചെയ്യുന്നുണ്ട്, അമ്രനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ കൊണ്ടുവന്ന ഈ സമ്മാനങ്ങളും വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ പോകണം, നിങ്ങളുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകണം. എൻ്റെ സംരക്ഷണം ആഗ്രഹിച്ച് ഇവിടെ എത്തിയ അവരെ എന്ത് വില കൊടുത്ത് ഞാൻ സംരക്ഷിക്കും, അതുകൊണ്ട് നിങ്ങളിപ്പോൾ തിരിച്ചു പോകണം എന്ന് പറഞ്ഞിട്ട് അവരെ അട്ടി ഓടിക്കുകയാണ്. നാണം കെട്ട് തല്ലതാഴ്ത്തി അവർ കൊണ്ടുപോയ സമ്മാനങ്ങളൊക്കെ ആയിട്ടാണ് അമ്ർ ഇബ്നു ആസും കൂടെയുള്ള ആളുകൾ എന്ത് ചെയ്യുന്നത്, മക്കയിലേക്ക് തിരിച്ചു പോരുന്നത്. ഇങ്ങനെ നജ്ജാശി രാജാവ് ഇവിടെ അവർക്ക് എല്ലാവിധ സംരക്ഷണങ്ങളും നൽകുന്നുണ്ട്. വളരെ മനോഹരമായിട്ട് സന്തോഷകരമായിട്ടാണ് ഇവിടെ എത്തിയ ആ 83 മുസ്ലിങ്ങളും അവരുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. അതിനിടയിൽ ചെറിയ ഒരുപാട് സംഭവങ്ങൾ കിടക്കുന്നുണ്ട്. നമ്മൾ വീഡിയോ ലെങ്ത് ആവുമെന്ന് പ്രതീക്ഷിച്ചിട്ട് അതിലേക്കൊന്നും കടക്കുന്നില്ല. നജ്ജാശി രാജാവിന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സംബന്ധിയായിട്ട് ഒരു കത്ത് എഴുതുന്ന സംഭവം, മാത്രമല്ല ഉമ്മു സലമ അബൂ സലമ ദമ്പതികളെ പറ്റി നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നു. ഇങ്ങനെ അബൂ സലമ റളിയല്ലാഹു അൻഹു അവിടെ അബ്സീനയിൽ വെച്ചിട്ട് വഫാത്താവുകയാണ്. ശേഷം സംരക്ഷകനില്ലാതെ കുടുങ്ങിപ്പോയ ഉമ്മു സലമക്ക് വേണ്ടിയിട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയും അതിന് അവരുടെ സമ്മതം ചോദിച്ച് അവിടേക്ക് നജ്ജാശി രാജാവിലേക്ക് കത്തയക്കുന്നുണ്ട്. അങ്ങനെ മറ്റൊരു നാട്ടിൽ സംരക്ഷകനില്ലാതെ വളരെ വേദനയോടെ കഴിയേണ്ടി വന്ന വിധവയായ ആ സ്ത്രീക്ക് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ നിന്ന് അവരുടെ പുതിയ ജീവിതം നൽകുകയാണ്. അങ്ങനെ നജ്ജാശി രാജാവിൻ്റെ നേതൃത്വത്തിൽ അവിടെ പ്രവാചകൻ്റെ നിക്കാഹ് നടക്കുന്നുണ്ട്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ കണ്ടുമുട്ടുന്നെങ്കിൽ കൂടെ അവിടെ ആ നാട്ടിൽ വെച്ച് തന്നെ അവരുടെ സംരക്ഷണത്തിൻ്റെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് പ്രവാചകൻ ഇവരെ വിവാഹം കഴിക്കുന്ന രംഗങ്ങളൊക്കെ അവിടെ മനോഹരമായിട്ട് ഒരുപാട് സംഭവങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. മാത്രമല്ല നജ്ജാശി രാജാവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം, ഇങ്ങനെ നജ്ജാശി രാജാവ് മുസ്ലിമായി എന്ന തരത്തിലേക്ക് ഈസാ നബി അലൈഹി സ്വലാമിനെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞോടുകൂടെ ആളുകൾക്കിടയിൽ ഒരുപാട് മുറുമുറുപ്പുകളും സംസാരങ്ങളൊക്കെ ഉയരാൻ തുടങ്ങി. ഉടനെ ആ നാട്ടിലുള്ള ഇങ്ങനെ സംസാരിക്കുന്ന ആളുകളെ മുഴുവനും, മന്ത്രിമാരെയും സഭാ പുരോഹിതന്മാരെ എല്ലാവരെയും നജ്ജാശി രാജാവ് കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്താണ്. ആ സമയത്ത് അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നജ്ജാശി രാജാവ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നൊരു പേപ്പറിൽ ഒരു തൊലിക്കഷ്ണത്തിൽ എഴുതിയിട്ട് അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൻ്റെ ഉള്ളിൽ നെഞ്ചിൻ്റെ ഭാഗത്തായിട്ട് ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്. ശേഷം ഈ ആളുകൾ എല്ലാവരെയും അവിടേക്ക് വിളിച്ചു വരുത്തുന്നു. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾക്ക് എന്നെ പറ്റിയ അഭിപ്രായം? ഞാൻ ഇതുവരെ നീതി തന്നെയല്ലേ നിങ്ങളോട് കാണിച്ചത്? ആ സമയത്ത് അവരുടെ നാട്ടിലുള്ള ആളുകളൊക്കെ അവരോട് സമ്മതിക്കുന്നത്, രാജാവ് ഇതുവരെ ഞങ്ങളോട് നീതി തന്നെയാണ് ചെയ്തത്. ഞാൻ നിങ്ങളോട് വല്ല അക്രമവും ഇതുവരെ ചെയ്തിട്ടുണ്ടോ? ഞാൻ നന്നായിട്ടല്ലേ ഭരിച്ചത്? അവരെല്ലാവരും തലകുനിച്ച് സമ്മതിക്കുന്നു, ഞങ്ങളുടെ എല്ലാവർക്കും സമ്മതിതനായ വളരെ നീതിമാനായ ഭരണാധികാരിയാണ് നിങ്ങൾ എന്ന് നജ്ജാശിയോട് എല്ലാ കാര്യങ്ങളും അവർ പറയുന്നുണ്ട്. ആ സമയത്ത് നജ്ജാശി ചോദിക്കുന്നു, പിന്നെ എന്താണ് നിങ്ങളുടെ പ്രശ്നം? ആ സമയത്ത് അവർ മറുപടി പറയുന്നു, നിങ്ങൾ ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന് ഞങ്ങൾക്കിടയിൽ പലരും പറഞ്ഞടക്കുന്നുണ്ട്, അതിൻ്റെ സത്യാവസ്ഥ എന്താണ്? ആ സമയത്ത് നജ്ജാശി രാജാവിനോട് ചോദിക്കുന്നുണ്ട്, യേശുവിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? ആ സമയത്ത് അവർ മറുപടി പറയുന്നു, യേശു ദൈവത്തിൻ്റെ പുത്രനാണ്, മാത്രമല്ല വളരെ നല്ല മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ എല്ലാ സവിശേഷതകളും അവിടെ വെച്ച് പറയുന്നുണ്ട്. ആ സമയത്ത് നജ്ജാശി രാജാവ് തൻ്റെ കൈ ആ നേരത്തെ എഴുതിയ അവസരത്തിന് മുകളിൽ വെച്ചുകൊണ്ട് പറയുന്നു, വല്ലാഹി ഞാനും ഇത് തന്നെയാണ് വിശ്വസിക്കുന്നത് എന്ന് നെഞ്ചിൽ കൈവച്ചിട്ട് പറയാണ്. സത്യത്തിൽ നജ്ജാശി രാജാവോട് ഉദ്ദേശിക്കുന്നത് ആ നേരത്തെ താൻ എഴുതി വെച്ച അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന ഇസ്ലാമിൻ്റെ ദിവ്യവാക്യത്തെക്കുറിച്ചാണ്. അവരെ കബളിപ്പിക്കാൻ വേണ്ടി അത് വലിയൊരു കലാപത്തിലേക്ക് നീങ്ങും എന്നൊക്കെ അറിഞ്ഞോടുകൂടെ ഇവിടെ എത്തിയ മുസ്ലിങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് നജ്ജാശി രാജാവ് തൻ്റെ ഇസ്ലാമിക ആഗമനം ഇങ്ങനെ ഇത്തരത്തിൽ മറച്ചു വെക്കുന്നത്. പിന്നീട് ഹിജ്റ വർഷം 7 അവിടേക്ക് പോയ മക്കയിലെ മുഴുവൻ ആളുകൾ 83 ആളുകളും ഇവിടേക്ക് തന്നെ തൻ്റെ നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. അത് സവിശേഷമാണ്. ചരിത്രത്തിൽ ഖന്തക് യുദ്ധത്തിൽ വിജയിച്ച് അതിൻ്റെ സന്തോഷത്തിൽ നിൽക്കുന്ന പ്രവാചകൻ്റെ അടുത്തേക്കാണ് ജഅഫർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള അവരുടെ സംഘം തിരിച്ചു വരുന്നത്. ആ സമയത്ത് പ്രവാചകൻ പറയുന്നില്ല, എനിക്ക് ഖന്തക് ജയിച്ച സന്തോഷവും നിങ്ങൾ തിരിച്ചു വന്ന സന്തോഷവും എന്നെ ഇരട്ടി സന്തോഷിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ജഅഫർ റളിയല്ലാഹുവിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന പ്രവാചകനെ നമ്മൾ ചരിത്രത്തിൽ കാണുന്നുണ്ട്. ശേഷം ഹിജ്റ 9 വർഷം മദീനയിലെ ഒരു ശാന്തസുന്ദരമായ ദിവസം
പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഉച്ച സമയത്ത് മദീന പള്ളിയിലെ മിമ്പറിൽ കയറി നിന്നിട്ട് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്, ആ സ്വാലിഹായ നല്ല മനുഷ്യൻ അള്ളാഹുവിലേക്ക് വിടവാങ്ങിയിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, യാത്രാ സംഘങ്ങളോ കൊണ്ടുവരാനോ വാർത്തകളോ ഒന്നുമില്ലാതെ, ഫോണോ നവമാധ്യമങ്ങളോ ഒന്നുമില്ലാതെ 2 ദിവസം യാത്രയെടുത്ത് സഞ്ചരിക്കേണ്ട എത്യോപ്യയിൽ അവരുടെ രാജാവ് മരിച്ച വിവരം പ്രവാചകനിലേക്ക് എത്തുകയാണ്. അത് ദിവ്യമായ അള്ളാഹുവിൻ്റെ സന്ദേശം മാത്രമായിരുന്നു. ഉടനെ അവിടെ നിന്ന് പള്ളിയിൽ നിന്നുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓയിബായിട്ട് ആദ്യമായിട്ട് നിസ്കരിച്ചത് ഇദ്ദേഹത്തിൻ്റെ പേരിലാണെന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. മറ്റൊരു ഇതുപോലെ നടക്കുന്നൊരു നിസ്കാരം, ആ പള്ളി അടിച്ചു വരുന്ന സ്ത്രീയുടെ ചരിത്രം നമ്മൾ പലപ്പോഴായിട്ട് സംസാരിക്കുന്നതാണ്. ഇങ്ങനെ ഇവർക്ക് വേണ്ടി മാത്രമാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഓയിബായിട്ട് നിസ്കരിച്ചിട്ടുള്ളത്. മറ്റു പല സ്വഹാബാക്കളും പലതരത്തിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി പല നാടുകളിൽ പോയൊക്കെ ഷഹീദായിട്ടുണ്ട്. പക്ഷേ പ്രവാചകൻ അവർക്ക് വേണ്ടിയിട്ടൊന്നും ഇങ്ങനെ മയ്യിത്ത് നമസ്കരിച്ചിട്ടില്ല. ഈ നജ്ജാശി രാജാവ് മരിച്ചപ്പോൾ മാത്രമാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ മദീനയിൽ വെച്ചിട്ട് എന്ത് ചെയ്ത് നിസ്കരിക്കുന്നത്. അവർക്ക് വേണ്ടി അവിടെ ആരും നിസ്കരിക്കാനില്ല. അതുകൊണ്ടാണ് പ്രവാചകൻ തൻ്റെ ജനത്തെ ചേർത്ത് പിടിച്ച് അവരെ പ്രവാചകനും ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ചരിത്രമാണ് ഈ അബ്സീനിയ എന്ന 1ാം പലായനത്തിൽ നമ്മൾ കാണുന്നത്. ഇനി അതിസവിശേഷമായ ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ രംഗങ്ങളിലേക്കാണ് നമ്മൾ കാലെടുത്ത് വെക്കുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അബ്സീനിയയിലേക്ക് ഈ പോയ പലായനത്തിൻ്റെ അതേ സമയത്ത് മക്കയിൽ മറ്റു മനോഹരമായ 2 സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അത് ചരിത്രത്തിൽ നമ്മളെ രോമാഞ്ചം കൊള്ളിപ്പിക്കുന്ന അത്രയും മനോഹരമായ ഏടുകളാണ്. അത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഒക്കെ ഇസ്ലാമിലേക്കുള്ള കടന്നുവരവായിരുന്നു. അതിനെപ്പറ്റി അടുത്ത വീഡിയോയിലൂടെ നമുക്ക് സംസാരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.